മൂന്നാം മോദി മന്ത്രിസഭയിലെ വകുപ്പുകളുടെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. സുപ്രധാന വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിമാരെ അതേ വകുപ്പുകളിൽ നിലനിർത്തി. ഇത് പ്രകാരം നിതിൻ ഗഡ്കരിക്ക് ഗതാഗത വകുപ്പ് ലഭിക്കും. ആഭ്യന്തര വകുപ്പിൽ അമിത്ഷായും പ്രതിരോധ വകുപ്പിൽ രാജ്നാഥ് സിംഗും തുടരും. സുരേഷ് ഗോപി പ്രകൃതി ടൂറിസം പെട്രോളിയം വകുപ്പുകൾ സഹമന്ത്രിയാകും. ഫിഷറീസ് ന്യൂനപക്ഷം മൃഗസംരക്ഷണ വകുപ്പ് സഹമന്ത്രി ജോർജ് കുര്യനാകും. വിഷ്ണു തലവൂർ ചേരുകയാണ്. വിഷ്ണു, ഏറ്റവും പ്രധാന വകുപ്പുകളൊക്കെ കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ എന്നിവരുടെ വകുപ്പുകൾ. വിശദമായ തീരുമാനം എങ്ങനെയാണ് വകുപ്പ് വിഭജനം സംബന്ധിച്ച്? അസത, തീർച്ചയായിട്ടും രണ്ടാം മോദി സർക്കാരിൽ നിന്ന് മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ വകുപ്പുകളുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ തന്നെ ഒരു പാർട്ടി സർക്കാർ നിലനിർത്തിയാൽ പോലും സുപ്രധാനമായിട്ടുള്ള 4 വകുപ്പുകളിൽ എല്ലാ തവണയും മാറ്റമുണ്ടാകാറുണ്ട്. അത് കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൻ്റെ കാര്യത്തിലും നമ്മൾ കണ്ടതാണ്. ധനകാര്യം, ആഭ്യന്തരം, അതോടൊപ്പം തന്നെ പ്രതിരോധം, വിദേശകാര്യം, ഈ 4 വകുപ്പുകളിൽ എല്ലാ തവണയും മാറ്റമുണ്ടാകാറുള്ളതാണ്. പക്ഷേ ഇത്തവണ അത്തരമൊരു മാറ്റത്തിലേക്ക് BJP കടന്നിട്ടില്ല. അത് ആ ഒരു മാറ്റത്തിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിലൂടെയാണ് BJP കടന്നു പോകുന്നത് എന്നൊരു കാര്യം കൂടി നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. രാജ്നാഥ് സിംഗ് പ്രതിരോധ മന്ത്രിയെ തന്നെ ഇത്തവണയും തുടരും. അമിത്ഷാ 2 വകുപ്പുകളാണുള്ളത്. ആഭ്യന്തരവും അതോടൊപ്പം തന്നെ സഹകരണ വകുപ്പിൻ്റെയും ചുമതല അമിത്ഷായ്ക്കുണ്ട്. നമുക്കറിയാം, സഹകരണ വകുപ്പ് രണ്ടാം മോദി സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് സഹകരണ വകുപ്പ് രൂപീകരിച്ച് അമിത്ഷായ്ക്ക് സഹകരണ വകുപ്പിൻ്റെ ചുമതല കൂടി നൽകിയത്. നിതിൻ ഗഡ്കരി ഉപരിതല ഗതാഗത വകുപ്പ് മന്ത്രിയെ തന്നെയായിരിക്കും മൂന്നാം മോദി സർക്കാരിലും തുടരുക. അതോടൊപ്പം തന്നെ നിർമ്മല സീതാരാമൻ ധനകാര്യ മന്ത്രിയെ തന്നെ ഇത്തവണയും തുടരും എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആ ഒരു ലിസ്റ്റിൽ നമുക്ക് പറയാൻ കഴിയുന്നത്. പിന്നീടുള്ളത് പീയൂഷ് ഗോയൽ കൊമേഴ്സ് ഇൻഡസ്ട്രി തന്നെയാണ്. അതിൻ്റെ മന്ത്രിയായിട്ടാണ് പീയൂഷ് ഗോയൽ തുടരുക. ധർമ്മേന്ദ്ര പ്രധാൻ, ഈ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനും തുടരും. അതിൽ തന്നെ ചില മാറ്റങ്ങൾ നമുക്ക് പറയാനുള്ളത്, JP നദ്ദ, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഈ മൂന്നാം മോദി സർക്കാരിൽ മന്ത്രിയാകുന്നു. ഈ മൂന്നാം മോദി സർക്കാരിലേക്ക് വരുമ്പോൾ JP നദ്ദയ്ക്ക് ആരോഗ്യ വകുപ്പാണ് BJP നൽകുന്നത്. കഴിഞ്ഞ രണ്ടാം മോദി സർക്കാരിൽ മൻസുഖ് മാണ്ഡവ്യയായിരുന്നു ആരോഗ്യ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത്. പക്ഷേ ആ ആരോഗ്യ വകുപ്പ് മൻസുഖ് മാണ്ഡവ്യയിൽ നിന്നും ഇത്തരത്തിൽ JP നദ്ദയിലേക്ക് വരുന്നു. ശിവരാജ് സിംഗ് ചൗഹാന് കൃഷി മന്ത്രാലയത്തിൻ്റെ ചുമതലയാണ് ശിവരാജ് സിംഗ് ചൗഹാന് നൽകുന്നത്. അതോടൊപ്പം തന്നെ റൂറൽ ഡെവലപ്മെൻറ്റ് വകുപ്പിൻ്റെ ചുമതലയും ശിവരാജ് സിംഗ് ചൗഹാന് നൽകുന്നുണ്ട്. ഹരിയാന മുൻ മുഖ്യമന്ത്രിയായിരുന്ന മനോഹർ ലാൽ ഖട്ടറിന് ഹൗസിംഗ് ആൻഡ് അർബൻ അഫയേഴ്സ് മിനിസ്ട്രിയും അതോടൊപ്പം തന്നെ ഊർജ്ജ വകുപ്പുമാണ് മനോഹർ ലാൽ ഖട്ടറിന് നൽകുന്നത്. ഇത്തരത്തിൽ പ്രധാനപ്പെട്ട വകുപ്പെല്ലാം തന്നെ BJP തന്നെ കൈയടക്കി വയ്ക്കുമ്പോൾ മറ്റ് ഘടകകക്ഷികൾക്ക്, സഖ്യകക്ഷികൾക്ക് നൽകിയ വകുപ്പുകൾ കൂടി നമുക്ക് പറഞ്ഞു പോകേണ്ടതുണ്ട്. JDS നേതാവായിട്ടുള്ള HD കുമാരസ്വാമിക്ക് ഹെവി ഇൻഡസ്ട്രീസ്, അതോടൊപ്പം തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റീൽസ്, ഈ 2 വകുപ്പുകളാണ് HD കുമാരസ്വാമിക്ക് നൽകിയിട്ടുള്ളത്. HAM നേതാവായിട്ടുള്ള ജിതിൻ റാം മാഞ്ചിക്ക് ചെറുകിട ഇടത്തരം വ്യവസായ വകുപ്പ് മന്ത്രിയായിട്ടാണ് ജിതിൻ റാം മാഞ്ചിക്ക് ഒരു ചുമതല നൽകിയിരിക്കുന്നത്. JDU നേതാവായിട്ടുള്ള ലലൻ സിംഗിന് പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, അനിമൽ ഹസ്ബൻഡറി വകുപ്പുകളാണ് ലലൻ സിംഗിന് ഇപ്പോൾ BJP നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചിരാഗ് പാസ്വാന് ഇത്തവണ കായിക വകുപ്പാണ് ചിരാഗ് പാസ്വാന് നൽകുന്നത്. കഴിഞ്ഞ സർക്കാരിൽ കായിക വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നത് അനുരാഗ് സിംഗ് താക്കൂർ ആയിരുന്നു. പക്ഷേ ഇത്തവണ അനുരാഗ് സിംഗ് താക്കൂറിനെ മാറ്റി ഇത്തരത്തിൽ ചിരാഗ് പാസ്വാന് കായിക വകുപ്പ് നൽകുന്നു. ഇനി നമ്മൾ കേരളത്തിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോകേണ്ടതുണ്ട്. കേരളത്തിൽ നിന്ന് 2 കേന്ദ്ര സഹമന്ത്രിമാരാണുള്ളത്. അതിൽ തന്നെ സുരേഷ് ഗോപിക്ക് 2 വകുപ്പുകൾ നൽകുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ വലിയ അതൃപ്തിയൊക്കെ പ്രകടിപ്പിച്ച ആളാണ് സുരേഷ് ഗോപി. ആ സുരേഷ് ഗോപിക്ക് 2 വകുപ്പുകളാണ് ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ടൂറിസം, അതോടൊപ്പം തന്നെ പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഈ 2 വകുപ്പുകളാണ് സുരേഷ് ഗോപിക്ക് മൂന്നാം മന്ത്രിസഭയിൽ ലഭിച്ചിരിക്കുന്നത്. പിന്നീടുള്ളത് ജോർജ് കുര്യൻ്റെ വകുപ്പാണ്. ജോർജ് കുര്യന് ന്യൂനപക്ഷകാര്യ വകുപ്പ് സഹമന്ത്രിയായിട്ടാണ് ജോർജ് കുര്യനെ എന്തായാലും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അസിത.